പിടിക്കാൻ പോയിട്ട് പാമ്പിനെ പിടിച്ച് ഞാൻ കയ്യെ കഴുകിയിട്ട് പാമ്പിനെ കൊണ്ട് വണ്ടിക്കകത്ത് വെച്ച് അട്ടത്തൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് എന്നെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് 500 രൂപ തരാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് എൻ്റെ കയ്യിലിങ്ങനെ ചുരുട്ടി പൈസ ഞാൻ കയ്യിലിങ്ങനെ പൈസ വാങ്ങിക്കാൻ പറ്റും ഷേക്കൻഡ് കൊടുക്കാൻ പറ്റും പുള്ളി പൈസ ഇങ്ങനെ കയ്യിലിട്ട് എന്നിട്ട് കൈ മാറ്റി അങ്ങ് പോകാൻ എന്നുള്ളതാണ്. അത് നമ്മളെ അറപ്പോടും വരപ്പോടും കാണുന്നത് എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. അതിനൊക്കെ അറിയില്ല. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഞാനൊരു വീട്ടിൽ ഒരു പാമ്പിനെ പിടിച്ച് ഒരു മതിലൊക്കെ പിടിച്ച് പാമ്പിനെ പിടിച്ച് വെള്ളം താഴ്ച നിൽക്കുന്ന സമയത്ത് എനിക്ക് വെള്ളം താഴ്ച എൻ്റെ കട്ടയം കൊണ്ട് ഞാൻ മറിഞ്ഞു വീഴാൻ ആയ സമയത്ത് ഞാൻ ആദ്യം ഒരു മതം ഒരു ദൈവം എന്നുള്ള ആശയം ഇന്ന് ഭൂമിയിൽ നടപ്പിലാക്കാനും ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല, ഒരു മത നേതാവിനും കഴിയില്ല. ഒരേ ഒരാളിന് മാത്രമേ കഴിയുള്ളൂ, അത് പാമ്പുകൾക്ക് മാത്രം. പാമ്പടിന്റെ ആളിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം മരിക്കാൻ പോകുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് ദൈവങ്ങൾ. അത് ഭൂമിയിൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവയെ ആരാധിക്കുന്നു. വലയം കൊണ്ട് എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർ എൻ്റെ കൂടെ നടന്നവർ ഒരുപാട് പേര് എനിക്ക് പണി വെച്ചിട്ടുണ്ട്, എനിക്ക് പാരയും വെച്ചിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കോട്ടയത്ത് പാമ്പടിയായിട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു, എൻ്റെ അക്കൗണ്ടിൽ നല്ല ഫണ്ട് വന്നു. എല്ലാം നശിപ്പിച്ച് എല്ലാം തീർന്നപ്പോൾ എല്ലാവരും എന്നെ ഉപയോഗിച്ച് പോയെന്നുണ്ട്. എൻ്റെ സുഹൃത്ത് വലയങ്ങളെല്ലാം എന്നെ ഉപയോഗിച്ച് എൻ്റെ കുഴിയിലിറക്കി എന്നെ കുറച്ച് മോശം പറഞ്ഞിട്ട് പോയെന്നുള്ളതാണ്. ഇതാണ് എൻ്റെ. അപ്പോൾ പാമ്പിനെ മാത്രമേ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു പാഠം എനിക്ക് ഭൂമിയിൽ പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പാമ്പിന് മാത്രമേ ഉള്ളൂ. അറിയാലോ, ഗുരുദേവൻ, മഹാഗുരുവായ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു ആശയം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ആശയം ഇന്ന് ഭൂമിയിൽ നടപ്പിലാക്കാനും ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല, ഒരു മത നേതാവിനും കഴിയില്ല. ഒരേ ഒരാളിന് മാത്രമേ കഴിയുള്ളൂ, അത് പാമ്പുകൾക്ക് മാത്രം. അവരെല്ലാവരും ഒരുപോലെ എക്സ്ട്രാ നെഗറ്റീവായിട്ട് കാണുന്നു. അവർക്ക് കേൾവി ഇല്ലാത്തതുകൊണ്ട് ഇന്നാളെന്ന് അറിയാൻ പറ്റില്ല, അതും എല്ലാവരും ഒരുപോലെ കാണുന്നു. മൂക്കൊണ്ട് സ്മെല്ലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കാണുന്നു. കാഴ്ചയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു വാക്ക് ഇന്ന് ഭൂമിയിൽ സഫലമാക്കിയിരിക്കുന്നത് എന്റെ വിശ്വാസം എന്റെ മാത്രം വിശ്വാസം. ഞാൻ പാമ്പിനെ മാത്രം ലോകത്ത് ആരാധിക്കുന്ന ഒരാളാണ്. ലോകത്ത് പാമ്പിനെ മാത്രമാണ് ആരാധിക്കുന്നത്. അത് മാത്രമാണ് സത്യം എന്ന് വെച്ചാൽ. കാരണം ഇത്രയും ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, ക്യാൻസർ വരുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, തലയ്ക്ക് ക്ഷതമുണ്ടായ ആൾക്കാർക്ക് ഉത്തേജനമായിട്ടുള്ള മരുന്ന് കൊണ്ടുവരുന്നു, പാമ്പടിന്റെ ആളിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം മരിക്കാൻ പോകുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് ദൈവങ്ങൾ. അത് ഭൂമിയിൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവയെ ആരാധിക്കുന്നു. അതിനി ഇത് കണ്ടിട്ട് ഇനി അവനെങ്കിലും ഞാൻ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല. കാരണം എന്റെ വിശ്വാസം എന്റെ മാത്രം വിശ്വാസം. ഞാൻ അടിയുറച്ചാൽ ഇവിടെ മുന്നോട്ട് പോകും. പൊതുവെ ഈ സർപ്പക്കാവുകൾ അതിന് ചുറ്റിൽ ഒരുപാട് പാമ്പുകളെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ? അതിന് കാരണം അവിടെ ആരും പോകുന്നില്ല, അവിടെ ആരും ശല്യപ്പെടുത്തുന്നില്ല, ഈ ആരാധന ഉള്ളതുകൊണ്ട് ആരും ഉപദ്രവിക്കുന്നില്ല, അവൻ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അവനെ ശല്യപ്പെടുത്തുന്ന ഇപ്പൊ കാവ് ഒരു വലിയ കാവൊക്കെ ഉണ്ട്, കാവിന്റെ പുറത്ത് ഒരുവനപ്പെട്ട ആൾക്കാരൊന്നും പോകത്തില്ല. കാവല്ലേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒഴിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇപ്പൊ ലേഡീസ് ആയിരുന്നപ്പോൾ അവർക്ക് കുറെ സമയങ്ങളിൽ കുറെ കാലഘട്ടങ്ങളിൽ അവർക്ക് പോകാൻ പറ്റും. അപ്പൊ അവരും ആ വഴി പോകാൻ സഞ്ചരിച്ചു. അപ്പൊ ഇവർക്ക് ആ സമയത്തൊക്കെ ഇവർക്ക് സുഖമായിട്ട് അവിടെ പ്രജനനം നടത്താനും കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനും കഴിയുന്നു. അവർ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു, ആരും ഉപദ്രവിക്കുന്നില്ല. ആരാധന ഉള്ളതുകൊണ്ട്, സർപ്പാരാധന ഉള്ളതുകൊണ്ട് അവ യഥേഷ്ടം അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്ക് ഈ ലോകത്തെ വിശ്വാസം പാമ്പുകളെ മാത്രമാണെന്ന്. അങ്ങനെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവികളെ മെരുക്കിയെടുത്തിട്ട് വളർത്ത് മൃഗങ്ങളായിട്ട് കൊണ്ടുവന്ന ആളുകളാണ്. ഇപ്പൊ പട്ടി മുതൽ ഒരുപാട് ജീവികളുണ്ട് ആ കണത്തിൽ കൂട്ടുമ്പോൾ. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഏറ്റവും വലിയ ട്രെൻഡുകളിൽ ഒന്നായിട്ട് ചില പാമ്പുകളെ വളർത്തു മൃഗങ്ങളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനെങ്ങനെയാണ്? അതായത് നമ്മളൊരു വളർത്തു മൃഗമായിട്ട് ഒരു പാമ്പിനെ ചൂസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? നല്ല കാര്യമാണ്. കാരണം ഇതിന് പാമ്പിനെ വളർത്തുന്ന ഒരു പെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം എപ്പോഴുള്ളത് നമ്മുടെ ഇന്ത്യയിലെ പാമ്പുകളല്ല. ഇന്ത്യയിലെ പാമ്പുകളെ നമുക്ക് വളർത്താനോ നമുക്ക് ഇതിനൊന്നും നിയമമില്ല. പക്ഷെ നമ്മളിപ്പോ ഇപ്പൊ ചെറുപ്പക്കാർ വളർത്തുന്നത് റീൽസ് ഒക്കെ ചെയ്യുന്നതല്ല വിദേശനം പാമ്പുകൾ. അതിൽ വിദേശനം പാമ്പുകൾ നമ്മുടെ ഇറച്ചിക്കോഴി ഉത്പാദിപ്പിക്കും പോലെ ബ്രീഡ് ചെയ്യിപ്പിച്ച് മുട്ട എടുപ്പിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഇനം പാമ്പാണ് ബോൾ പൈത്തൺ എന്നറിയപ്പെടുന്ന പാമ്പ് വർഗ്ഗങ്ങൾ. അങ്ങനെ വിദേശത്തുള്ള ഒരുപാട് ഇനം പാമ്പുകൾ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് പെറ്റായിട്ട് ഉപയോഗിക്കാൻ ഇവിടെ പെർമിഷൻ, ഇവിടെ ലൈസൻസിന്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ നമ്മുടെ അനാക്കോണ്ട എന്നറിയപ്പെടുന്ന ആ പാമ്പിനെ നമ്മളിപ്പോ നാട്ടിലിപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ഒത്തിരി പേരുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 2 പേരിലാണ്. ഒന്ന് നമ്മുടെ എറണാകുളത്തുള്ള ആളുടെ 8 അടിയോളം നീളമുള്ള ഒരു അനാക്കോണ്ട അടപ്പുണ്ട്. പിന്നെ ഉണ്ടെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ മിക്കി പെറ്റ്സ് എന്നറിയപ്പെടുന്ന ആ പെറ്റ് ഷോപ്പിൽ അത് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അതിലും പുള്ളി പൂർണ്ണമായി 2-3 ലക്ഷം രൂപ കൊടുത്തൊരു ചെറുത് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വിദേശിനും പാമ്പുകളെ നമ്മളെ വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് നമുക്ക് പെർമിഷന്റെ ആവശ്യം. വലിയ പാമ്പാണ്, പക്ഷെ കൂടുതൽ അത്ര വളരത്തില്ല. നമ്മളിപ്പോ ഒരു ഏറ്റവും വണ്ണമുള്ള പാമ്പ്. അതായത് അനാക്കോണ്ട എന്നൊരു സിനിമ അത് എഡിറ്റിംഗ് അല്ലല്ലോ, ഒരിക്കലും അത്രയൊന്നും ഉണ്ട്. അതൊക്കെ മറ്റേ എന്താ സിനിമയിൽ എഡിറ്റ് ചെയ്ത് വലിയ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊന്നും വയ്ക്കത്തില്ല. ഇവിടെ നമുക്ക് സൂല് ഇപ്പൊ കിടപ്പുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട ഏറ്റവും വലിയതുള്ളത് തിരുവനന്തപുരത്ത് സൂലാണുള്ളത്. പിന്നെ ഉള്ളത് ഈ എറണാകുളത്തുള്ള ചെറുപ്പക്കാരൻ്റെ 8 അടിയോളം നീളമുള്ളവരുണ്ട്. സൈസ്
സൈസ് ഇല്ല, നീളമേ ഉള്ളൂ. ഇവിടെ സൈസ് ഉണ്ട്. പിന്നെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് മിക്കി പെരിച്ചില വിഷ്ണു കൊണ്ടുവന്നിരിക്കുന്നത്, അതിന് ഏകദേശം ഒരു 2 അടി മറ്റേ നീളമുള്ളൂ. അതിനാണ് 2.5-3 ലക്ഷം എടുത്ത് പുള്ളി വാങ്ങി. നല്ല വിലയുണ്ട് ഈ സാധനം. പക്ഷേ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ വലിയ പാടാണ്. കാരണം പിന്നെ ഡീഫോൺ ചെയ്യണം, കറക്റ്റ് തീറ്റി കൊടുക്കണം, അതിന്റെ മോശം മാറണം, അകത്ത് കിടന്നാൽ എന്തെങ്കിലും കുടിനകത്ത് മോശം കിടന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം കൂടെ ഞാൻ ചോദിക്കും, എന്റെ പ്രിയപ്പെട്ട മലയാളി വാർത്തയുടെ പ്രേക്ഷകർ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ന് വരെ ഒരു മീഡിയ പോലും ബ്രേക്ക് ചെയ്യാത്തൊരു വാർത്ത നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല എന്ന സ്ഥാപനം ആരും മറക്കാൻ സാധ്യതയില്ല. അവിടെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, കുറച്ച് അടുത്ത 1-2 വർഷങ്ങൾക്ക് മുന്നേ 25 കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം നടന്നു. മരിച്ചുപോയി 25 കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം നടന്നു. 24 എണ്ണത്തിന് പേയായിരുന്നു എന്നുള്ളതാണ്. 24 കുറുക്കന്മാർ പോസ്റ്റ്മോർട്ടം, 25 പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ 24 എണ്ണത്തിന് പേയായിരുന്നു. ഒരൊറ്റ വാർത്ത നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 24 കുറുക്കന്മാർ പേ ഉണ്ടാകുന്ന കാട്ടിൽ ജീവിക്കുന്ന കുറുക്കന്മാർ, ഈ കാട്ടിൽ ജീവിക്കുന്ന കുറുക്കന്മാർക്ക് പേ ഉണ്ടായാൽ കാട്ടിനകത്ത് ജീവിക്കുന്ന ഒരുമാതിരിപ്പെട്ട മ്ലാവ് ഉൾപ്പെടെ ഉള്ള ജീവികൾക്ക് ഇത് കൊടുക്കുന്നു. കുറുക്കൻ തന്നെ കൊണ്ട് മറ്റേ വൈൽഡ് ഡോഗിന് കൊടുക്കുന്നു. വൈൽഡ് ഡോഗിൽ നിന്ന് മറ്റേ മ്ലാവിനെ പിടിക്കുന്നു, മ്ലാവിൽ നിന്ന് കാട്ടുപോത്തിനെ പിടിക്കും, ഇതിനൊക്കെ പിടിക്കും. അപ്പൊ നമുക്കിവിടെ പുറത്തുള്ള സാധനങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അകത്താണെങ്കിൽ കാട്ടിനകത്ത് ജീവിക്കുന്ന മൃഗങ്ങൾക്ക് പേ വിഷബാധ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഒരു പഠനങ്ങളോ ഒരു റിപ്പോർട്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അതുപോലെ ഞാൻ കുറച്ച് ദിവസം ഞാൻ പറയുന്നത് കണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ മരപ്പട്ടി എന്നറിയപ്പെടുന്ന കല്ലുണ്ണി എന്നറിയപ്പെടുന്ന ചുടേകറ്റ് എന്നറിയപ്പെടുന്ന ആ ജീവി ഇപ്പൊ ഇങ്ങനെ ഓടി നടന്ന് ജീവിച്ചിട്ട് പെട്ടെന്ന് ബാക്ക് വശം തളർന്ന് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകുന്നു, വായിക്കൂടെ നൊരയുമ്പോഴത്തേയും വരുന്നു. അതിനെ കുറിച്ച് ഒരു പഠനങ്ങൾ നടക്കുന്നില്ല. ഞാൻ പറയുന്നില്ല, അത് സൂക്ഷിക്കണം, അത് മനുഷ്യന് പകരാൻ സാധ്യതയുള്ള, വരുന്ന ആളുകളിൽ പകരാൻ സാധ്യതയുള്ള എന്തോ ഒരു വൈറസ് ആണ് അതിനുള്ളത്. ഞാൻ ഇത്ര കാലം കൊണ്ട് ഒരു 3-4 വർഷം കൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ഒരു പഠനമോ ഒരു റിപ്പോർട്ടോ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് മനുഷ്യരെങ്ങനെ ഇല്ലാതായാലും കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക, നമുക്ക് മാത്രം മുന്നോട്ട് പോകണം. ആ ഒരു രീതിയിലാണ് ഇപ്പം മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വളർത്തുന്ന പാമ്പുകളെ വളർത്തുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് വെറൈറ്റി ആയിട്ടുള്ള വിദേശ പാമ്പുകൾ മാത്രമാണ് അതിന് പെർമിഷൻ ഉള്ളത് എന്നുള്ളത് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇനം പാമ്പുകൾ ഉണ്ടല്ലോ. അതിലെ ഏത് പാമ്പിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടത്? അതായത് ചില പാമ്പുകൾക്ക് വിഷമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ചിലത് ഉപദ്രവിക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ പാമ്പുകളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടത്? ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലെന്നേ, ഒരു പാമ്പിനെ നമ്മളെവരേക്ക് മാറി പോയി. ഇവിടെ കാണുന്ന ഞങ്ങൾ ഉടനെ ഒരു മൊബൈൽ എടുത്തുകൊണ്ട് ചാൻ്റെ പിറകെ അത് എങ്ങോട്ട് പോകുന്നു, അത് വാല് പൊക്കുന്നുണ്ടോ, അത് കാല് പൊക്കുന്നുണ്ടോ, അത് ആണാണോ പെണ്ണാണോ, അതിന്റെ തല എങ്ങനെ ഇരിക്കുന്നു, അതിന്റെ വാലെങ്ങനെ ഇരിക്കുന്നു, അതിന്റെ സ്കുണ്ട് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കി നടക്കുന്നുണ്ടോ, ഇതൊക്കെ ഉണ്ട്. ഒരു പാമ്പിനെ കണ്ട നമ്മൾ മാറിയെങ്കിൽ പാവം അത് അതിന്റെ ജോലിക്ക്. ഇതിപ്പോ ഒരു ചേരയെ കണ്ടാൽ പോലും ഉടനെ പാമ്പ് കൊടുത്ത കാര്യം എടുത്ത് വെച്ച് വിളിക്കുന്നതാണ്. ഒരു ചേരയെ പോലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പാവം ഒരു ചേര വീടിനകത്ത് ചേര വരുന്ന എലിയെ പിടിക്കാണ്ട്, എലിയെ പിടിക്കാൻ വരുന്ന ഈ വീട്ടിലുള്ള ഈ മണ്ടന്മാർ ചിന്തിക്കണ്ട, എലിയെ പിടിക്കാൻ വരുന്നത് ചേര വന്ന് എലിയെ പിടിച്ച് പോയി കഴിഞ്ഞാൽ അവന് ലോട്ടറി അടിച്ചു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് അറിയുമ്പോൾ, ഈ എലിയെ പിടിച്ച് പോകുമ്പോൾ അടുത്ത പറമ്പിൽ ജീവിക്കുന്ന മുറുക്കനോ അണിലെപ്പോലുള്ള പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരികയില്ല. ഈ എലിയുടെ യൂറിന്റെയോ മോഷന്റെയോ ബോഡി ഹീറ്റിന്റെയോ ഗന്ധം തിരിച്ചറിഞ്ഞിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ചേര വന്ന് ഇതിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് മറ്റു പാമ്പുകൾ നമ്മുടെ വീട്ടിൽ വരാതിരിക്കുമ്പോൾ നമ്മുടെ ജീവൻ രക്ഷപ്പെടുന്നു, നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മുത്തശ്ശി ഒരു പണ്ട് ഭാഗ്യമൊന്നും ചേര വന്നാൽ നല്ലതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ അപകടകാരി എന്നറിയപ്പെടുന്ന പാമ്പ് അണലി എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന പാമ്പാണ് ഏറ്റവും കൂടുതൽ അപകടകാരി. ഒരു പ്രകോപനമില്ലാതെ കടിക്കുന്ന ഒരാൾ, എങ്ങനെ വേണമെങ്കിലും കടിക്കാൻ പറ്റുന്ന ഒരാൾ. അതിലുപരി ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ദിവസങ്ങൾക്ക് തന്നെ കോരാണിക്ക് അടുത്ത് ഷീജ എന്ന് പറഞ്ഞൊരു അമ്മ, 49 വയസ്സുള്ള അമ്മ, ഫോൺ വിളിച്ചുകൊണ്ട് വീട്ടിന്റെ മുറ്റത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ചെറിയ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ അമ്മ ചവിട്ടി കടി കിട്ടി. അമ്മ 7 ദിവസം മെഡിക്കൽ കോളേജിൽ ICU ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് തന്നെ മരണപ്പെട്ടു. ഞാൻ അമ്മയെ വാടി പോയി കണ്ടതാണ്. ഒരു 3-4 ദിവസങ്ങൾക്ക് പിന്നെ കോഴിക്കോട് തന്നെ, ഞാൻ പറഞ്ഞു, കോഴിക്കോട് തൊഴിലുറപ്പ് അമ്മയ്ക്ക് കയ്യിൽ കടി കിട്ടി മരണപ്പെട്ടു. അത് അണലി കടിച്ചിട്ടാണ്. അതുപോലെ ആലപ്പുഴയിൽ തുറവൂര് ഇതിലൊരു അമ്മ, തൊഴിലുറപ്പിന്റെ അമ്മ, കാലിലേക്ക് അണലിയെ വെട്ടി മടക്കി കാലിൽ കടിച്ച അമ്മ മരിച്ചു. അങ്ങനെ ഒരുപാട് അണലിയുടെ കടിയിട്ട് ഒരുപാട് മരണപ്പെടുന്നത്. ഏറ്റവും അപകടകാരി അണലി തന്നെയാണ്. അത് കഴിഞ്ഞ് മാത്രമേ മറ്റേത് പാമ്പുകൾ. അണലിയുടെ കടിയേറ്റം നമുക്ക് അനുഭവിച്ചാണ് മരണം സംഭവിക്കുന്നത്. അനുഭവിച്ച് പറയല്ലോ, ആലപ്പുഴയിൽ മനോജ് മഹാദേവൻ എന്നറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ ദുബായിലായിരുന്നു. അവിടെ ലീവിന് വന്നിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് വലയെടുത്ത് കെട്ടാൻ പോയി. വലയിൽ കുരുങ്ങിയത് അണലി മുട്ടിലേക്ക് ഒരു കാലിലേക്ക് അടിച്ചിട്ട് അദ്ദേഹത്തിന്റെ തുടയുടെ ഇവിടെ വരെ വെച്ച് മുറിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അണലി മൂർഖന്റെ കടയിലെ മുറുക്കനേക്കാളും വളരെ അപകടകാരി അണലി എന്നറിയപ്പെടുന്ന അതിഥിയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് നാട്ടിലില്ലാത്ത, പഠനങ്ങളില്ലാത്തൊരു പാമ്പാണ് നമ്മുടെ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന, മുഴമൂക്കൻ എന്നറിയപ്പെടുന്ന, കരിയിലേക്കകത്തൊക്കെ ചുരുണ്ടിരിക്കുന്ന, ഇവിടെയെങ്കില്ല പൊന്മുടി ആമയിലെ കാണുന്ന ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലി വർഗത്തിൽപ്പെട്ട അണലി വർഗത്തിൽ ഏറ്റവും വനം കുറഞ്ഞ പാമ്പിന്റെ കടിയേറ്റിട്ട് 3 പേര് നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം 2024 2 പേര് മരണപ്പെട്ടു, 21-ലോ 22-ലോ മറ്റൊരാൾ മരണപ്പെട്ടു. അതിന് കൃത്യമായിട്ട് പഠനങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം, അത്രയും വനം കുറഞ്ഞ് ഇതുവരെ മരണം സംഭവിക്കാത്ത പാമ്പിന്റെ കടിയേറ്റിട്ട് പോലും ആൾക്കാർ മരണപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതിന് കൊറോണ വന്നതിന്റെ എഫക്റ്റ് ആണോ, ഇവർക്ക് കൊറോണ വന്നിട്ടുണ്ടോ, അതുകൊണ്ട്
അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചതെന്നൊന്നും ഇവർ ഒരു പഠനങ്ങളുമില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ അന്വേഷിച്ച് അവർക്ക് കൊറോണ വന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അപ്പോൾ കൊറോണ വന്നിട്ടുള്ള ആൾക്കാർ 2 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് കൊറോണ വന്നതല്ല. ഇങ്ങനെയൊക്കെയുള്ള പേപ്പറുകൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കും, പേപ്പറുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പാമ്പുകൾക്ക് പൊതുവെ മുട്ടയോട് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും പാമ്പുകളുടെ ഭക്ഷണം മുട്ട ഒരിക്കലും പാമ്പുകൾക്ക് മുട്ട എന്ന് വെച്ചാൽ പാമ്പ് ചിലപ്പോൾ കോഴിക്കൂട്ടിലൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഒന്നുകിൽ കോഴിമുട്ട, കോഴി അടവച്ച മുട്ടയാണ് കൂടുതൽ എടുക്കുന്നത്. അവിടെ വയ്ക്കുമ്പോൾ കോഴിമുട്ടയ്ക്ക് ഒരു ചൂടുണ്ടാവും. ആ ചൂട് തിരിച്ചറിഞ്ഞിട്ട് മുട്ട എടുക്കും. കിളിക്കൂട്ടിന് മരത്തിന്റെ മണ്ടയിലേക്ക് ഇടുമ്പോൾ മരത്തിന്റെ മണ്ടയ്ക്കകത്ത് മുട്ട മാളത്തിനകത്ത് ഹോളിനകത്ത് മരപ്പത്തിനകത്ത് കിളികൾ മുട്ടയിടുമ്പോൾ അത് അടവച്ച് അടയിരുന്ന് ചൂടായി വരുമ്പോൾ ഇത് കയറി വരുമ്പോൾ തള്ളയങ്ങ് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു മുട്ട ആ ചൂടുള്ളതുകൊണ്ടാണ് അത് എടുക്കുന്നത്. പിന്നെ കോഴിക്കൂട്ടിനകത്ത് പഴയ മുട്ട ഇപ്പം നമുക്കറിയില്ല, ഏതെങ്കിലും കടകൾക്കകത്തൊക്കെ കയറി പഴയ മുട്ടകൾ പാമ്പുകൾ എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ വളരെ അപൂർവമാണ്. ഇപ്പൊ ഈ ചൂടുള്ള മുട്ടകളാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ കൂടുതലും പാമ്പും കോഴിമുട്ടയായിട്ടൊന്നും ഒരു ബന്ധമില്ല. പിന്നെ ചില ആൾക്കാർ അമ്പലങ്ങളിൽ പാമ്പുകൾ മുട്ട വാങ്ങി ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പാമ്പ് ഒരിക്കലും പാല് കുടിക്കാറില്ല, പാമ്പ് ഒരിക്കലും മഞ്ഞപ്പൊടി കഴിക്കാറില്ല. പാമ്പ് അപൂർവമായിട്ട് കോഴിമുട്ടയും മറ്റു മുട്ടകളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ കാട്ടിൽ ജീവിക്കുന്ന പാമ്പുകൾ ഇപ്പൊ മയിലിന്റെ മുട്ട എടുക്കുന്ന പാമ്പുകളുണ്ട്. ഇപ്പൊ പെരുമ്പാമ്പാണെങ്കിൽ മയിലിന്റെ മുട്ട എടുക്കും. അതുപോലെ പെരുമ്പാമ്പാണെങ്കിൽ മറ്റേ രാജോമ്പലം തന്നെ പറഞ്ഞ പാമ്പ് മയിലിന്റെ കുഞ്ഞുങ്ങളെ പിടിക്കും, മയിലിന്റെ മുട്ട എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മറ്റേ മൂർക്കനും ചേര എന്നൊക്കെ പറയുന്ന പാമ്പ് ഈ തറയിൽ മുട്ടയിടുന്ന ഒരുപാട് ബേഡ്സ് ഉണ്ട്. നമ്മുടെ കാട്ടുകോഴി തറയിൽ മുട്ടയിടുന്നതാണ്, അതിന്റെ മുട്ട എടുത്ത് കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ തിത്തിരിക്കണൻ എന്നറിയപ്പെടുന്ന വയൽക്കണ്ണൻ എന്നറിയപ്പെടുന്ന കിളി പറമ്പിൽ മുട്ടയിടുന്നതാണ്, അതിന്റെ മുട്ട പാമ്പുകൾ എടുക്കണം. അങ്ങനെയൊക്കെ പോകുമ്പോൾ ചൂടടിക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കാറുണ്ടെന്നുള്ള. അല്ലാതെ കോഴിമുട്ട അവിടെ ഇരിപ്പം നമുക്ക് നാളെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ ഒരു പാമ്പും പോകാം ഒന്നുമില്ല. അവന് അട്രാക്ഷൻ ഉള്ളത് എലിയും തവളയും പക്ഷി കുഞ്ഞുങ്ങളും ഇങ്ങനത്തെ സാധനങ്ങൾ പാമ്പുകൾക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യം. പിന്നെ രാജവമ്പല ചേരയെ പിടിക്കുന്ന പാമ്പാണ്, രാജവമ്പല ഉടുമ്പിനെ പിടിക്കുന്ന പാമ്പാണ്. ഉടുമ്പിനെ പിടിച്ചെടുത്ത് നമ്മൾ തന്നെ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൂർക്കൻ പാമ്പ് എല്ലാത്തിനും പിടിക്കുന്ന പാമ്പാണ്. മുറുക്കൻ പാമ്പ് അണലിയെ പിടിക്കുന്നു, മുറുക്കൻ പാമ്പ് ചേരയെ പിടിക്കുന്നു, മുറുക്കൻ പാമ്പ് ശങ്കുരനെ പിടിക്കുന്നു. ഇതൊക്കെ മുറുക്കൻ പാമ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പാമ്പുകളുടെ കൂട്ടത്തിലുള്ളതാണല്ലോ ഈ പച്ചിലപ്പാമ്പ് എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ്, അതായത് ഈ ഒരു പാമ്പ് എന്നതിനേക്കാൾ പാമ്പായിട്ട് കാണാനും തോന്നൂല്ലേ, പക്ഷെ അത് പാമ്പാന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പച്ചിലപ്പാമ്പ് യഥാർത്ഥത്തിൽ നിരുപദ്രവകാരിയായ പാമ്പാണ്, സാധു പാമ്പാണ്. അതിന് വിനമുള്ള പാമ്പല്ല, വെറും നിരുപദ്രവകാരിയാണ്. അത് ഏതെങ്കിലും മരക്കൊമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ സഞ്ചരിച്ചുമ്പോൾ മരക്കൊമ്പിൽ ചെന്ന് അതിന്റെ വായി ഇങ്ങനെ തുറന്നിരിക്കും, നമ്മൾ അതിന്റെ മുന്നിൽ ചെന്ന് നമ്മുടെ തലയോ മുഖം ഇങ്ങനെ തട്ടണി കടിക്കും എന്നുള്ളതല്ലാതെ വെറും നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞിരിക്കുന്നത് അതിന് ഒരു നമ്മളെ കണ്ട മൈൻഡ് പോലും ഇല്ലാതിരിക്കുന്ന ഒരു പാമ്പാണ് ഈ പച്ചിലപ്പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ്. സാധുവായി ചെവിയിലൊക്കെ കയറാൻ ശുദ്ധ മണ്ടത്തുള്ള അങ്ങനെയൊന്നുമില്ല. ചെവിയിൽ കയറുന്ന പഴുതാര, തറയിൽ കിടന്ന പഴുതാര കയറും എന്നുള്ള ഉറുമ്പും കയറും, അല്ലെങ്കിൽ വണ്ട് കയറും. ഇതൊക്കെ കയറില്ല, ചെറിയ ചെവിയിലൊന്നും പാമ്പൊന്നും കയറില്ല. അതൊക്കെ ചുമ്മാ ഈ അടുത്ത കാലത്ത് ചെവി കൂടി പാമ്പിനെ കുത്തിയെടുക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയ. അത് ശുദ്ധ മണ്ടത്ത്, അത് എഡിറ്റിംഗ് ആണ്. ചെവിയൊന്നും ഒറിജിനൽ അല്ല. നിങ്ങൾ നോക്കാതെ ആ ചെവിയൊന്നും ഒറിജിനൽ അല്ല. അത് എന്താ പറയുക, AI ക്യാമറ ചെയ്യുമ്പോഴത്തെ ഒരു സംഭവത്തിൽ സംവിധാനത്തിൽ ചെയ്തിരിക്കുന്ന ആ ചെവിക്കകത്ത് പാമ്പിരിക്കുന്നത് എല്ലാം ശുദ്ധ മണ്ടത്തിലാണ്. അതൊക്കെ വലിയ അതിന് ഇത്രയും നമ്മുടെ ചെവിക്കകത്ത് ഇത്രയും കനമുള്ള ഒരു പാമ്പിന് കയറിയിരിക്കാൻ പറ്റും. മൊത്തത്തിൽ മടങ്ങി തല മാത്രമേ ഇങ്ങനെ പുറത്തേക്ക് കിട്ടും. അതിൽ തന്നെ ആയിക്കൂടെ ചെവി. അത് ഒരു ബൊക്ക ബോർഡാണ്, ബോർഡിനകത്തിട്ട് ബാക്കിയെല്ലാം ബോർഡിനകത്ത് കിടക്കുകയാണ്. ചെവി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ആളിന്റെ ചെവിയും കാണിക്കും, ഇതും കാണിക്കും. അപ്പൊ നമ്മൾ ആയിരിക്കും ആളുടെ ചെവിയിൽ. അതൊക്കെ ശുദ്ധ മണ്ടത്തിലാണ്. ഇതെല്ലാം ചുമ്മാ ഇപ്പൊ കാണുന്ന വെച്ചാൽ കുറെ ഇല്ലാത്ത പാമ്പ് ചിലപ്പോൾ വീടിനകത്ത് സ്ലാബിന്റെ മണ്ട ഞങ്ങളൊക്കെ പാമ്പിനെ ചിലപ്പോൾ രണ്ടാമത് എടുത്ത് കാണിക്കുകയാണ്. അത് വേറൊന്നുമല്ല, വെറൈറ്റി ആയിട്ടുള്ള കിട്ടുന്ന പാമ്പുകളെ നമ്മൾ കൗമുദിന്റെ പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ ചിലപ്പോൾ പരിചയപ്പെടുത്തും. മറ്റേ ഇത് ബാൻഡർ കൈറ്റിനെ കിട്ടിയ സമയത്ത് ആ ബാൻഡർ കൈറ്റിന്റെ അടുത്ത് കിട്ടി അങ്ങനെ പരിചയപ്പെടുത്തുന്ന വെച്ചാൽ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഇപ്പൊ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പൊ ഞങ്ങൾ ഒരു ഹെൽമെറ്റിനകത്ത് പാമ്പിരിക്കുന്ന വീഡിയോ, പിന്നെ ഹെൽമെറ്റിനകത്ത് മുഴുവനും പാമ്പ്, ഷൂവിനകത്ത് പാമ്പിരിക്കുന്ന ചെയ്തപ്പോൾ പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസം പിന്നെ ഷൂവിനകത്ത് യൂട്യൂബ് ഫേസ്ബുക്കിൽ കയറാൻ പറ്റും, ഷൂവിനകത്ത് മൊത്തം പാമ്പ്. നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ? ഞങ്ങളൊരു വീഡിയോ ഉണ്ട്, അതിന് ശേഷമാണ് മൊത്തം പാമ്പ്. നിങ്ങൾ കേട്ടി നോക്കിയാൽ ഞങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഷൂവിനകത്ത് പാമ്പ് വരുന്നത്, പിന്നെ ഹെൽമെറ്റ് പറമ്പിൽ കിടക്കുന്ന ഹെൽമെറ്റിനകത്ത് പാമ്പ് വരുന്നത്. ഇതിൽ 90% ഈ വണ്ടിക്കകത്തൊക്കെ ഹെൽമെറ്റിനകത്തൊക്കെ പാമ്പിരിക്കുന്നതിന് 99% അത് എഡിറ്റിംഗ് അല്ല കൊണ്ടുവച്ച് ചെയ്യുന്ന വീഡിയോസാണ്. അത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് കൊണ്ടുവച്ച് ചെയ്യുന്ന വീഡിയോസാണ്. അതുപോലെ തന്നെ ഈ ഒരു 40 വർഷത്തോളം അല്ലെ, ഈ ഒരു 40 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയ 1 മണിക്കൂർ കൂടുതലായല്ലോ. അതായത് പറഞ്ഞാൽ തീരാത്ത അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും ആദ്യമായിട്ട് ഓർമ്മ വരുന്ന എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട്. ഈ അടുത്താണ് 4 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. ഈ അടുത്ത 5 ദിവസം മുന്നേ ഞാൻ തിരുവനന്തപുരത്ത് ഇവിടെ കുളത്തൂര് ആറ്റിങ്ങളെ ഇവിടെ എവിടെയാണ് ഒരു പാമ്പിനെ പിടിക്കാൻ പോയിട്ട് പാമ്പിനെ പിടിച്ച് ഞാൻ കയ്യെ കഴുകിയിട്ട് പാമ്പിനെ കൊണ്ട് വണ്ടിക്കകത്ത് വെച്ച് അട്ടത്തൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ട് 500 രൂപ തരാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് എന്റെ കയ്യിലിങ്ങനെ ചുരുട്ടി പൈസ, ഞാൻ കയ്യിലിങ്ങനെ പൈസ വാങ്ങിക്കാൻ പറ്റും, ഷേക്കാൻ കൊടുക്കാൻ പറ്റും. പുള്ളി പൈസ ഇങ്ങനെ കയ്യിലിട്ട് എന്നിട്ട് കൈ മാറ്റി അങ്ങ് പോകാൻ എന്നുള്ളതാണ്. അത് നമ്മളെ അറപ്പോടും വരപ്പോടും കാണുന്നത്. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. അതിനൊക്കെ അറിയില്ല. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഞാനൊരു വീട്ടിൽ ഒരു പാമ്പിനെ പിടിച്ച് ഒരു മതിലൊക്കെ പിടിച്ച് പാമ്പിനെ പിടിച്ച് വെള്ളം താഴ്ച നിൽക്കുന്ന സമയത്ത് എനിക്ക് വെള്ളം താഴ്ച എന്റെ കട്ടയുമുണ്ട്. ഞാൻ മറിഞ്ഞു വീഴാൻ ആയ സമയത്ത് ഞാൻ അടുത്ത് വെള്ളം ചോദിച്ച സമയത്ത് വീട്ടിലത്തെ പുറകിൽ കുടിക്കാൻ വെള്ളം, ഞാൻ സമയത്ത് കുടിക്കാൻ വെള്ളം ഒരു ബാത്റൂമിൽ വയ്ക്കുന്ന മഗ്ഗിൽ വെള്ളം കൊണ്ടുവന്ന ആൾക്കാരുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ എനിക്ക് എന്നെ ഓണത്തിന്
ഓണത്തിന് ക്ഷണിച്ചിട്ട് എനിക്ക് വീട്ടിലെ ഗ്ലാസ്സിന് പായസം തരാതെ വീട്ടിൽ റോഡിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്ന് പായസം തന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവം. അതൊക്കെ എനിക്ക് ജീവിതത്തിൽ എപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഒരു നായ്ക്ക് പോലും ആൾക്കാർ വീടിനകത്ത് കട്ടിൽ കിടത്തി ഊണ് മേശ ചോറ് കൊടുക്കുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ നായെപ്പോലെ കാണുന്ന ആൾക്കാരുണ്ടെന്ന്, നായക്കാലം അറപ്പോടും വെറുപ്പോടും കാണുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് നമ്മുടെ കേരളത്തിൽ. പിന്നെ അങ്ങനെ ഒരുപാട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ എന്താ പറയുക, നമ്മളെ ഈ മേഖലയിൽ വന്നു. ധനനഷ്ടം മാത്രമേ ഉള്ളൂ, എല്ലാം കൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ. ധനം മാത്രമല്ല, എനിക്ക് സമയത്തിന് എൻ്റെ അമ്മയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അച്ഛനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അച്ഛൻ ക്യാൻസറായിട്ട് ഇപ്പോൾ മരണപ്പെട്ടു. അനിയത്തിക്ക് ഇപ്പോൾ 2 വൃക്കകളും തകരാറിലാണ്. അനിയത്തിയുടെ ട്രീറ്റ്മെന്റാണ്. അനിയത്തിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, സമയത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആവശ്യങ്ങൾക്ക് നമ്മൾ വേണം, പക്ഷെ ഈ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കേരളത്തിന്റെ മാണിക്യം എന്ന് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിന്റെ മാണിക്യമാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് എന്താ പറയാ, മലയാളികൾക്ക് ഈ പറയുന്ന ഞാൻ തന്നെ ഇപ്പൊ ചോദിച്ച പല കാര്യങ്ങളും എനിക്ക് കേട്ടറിവായിരുന്നു, പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്നത് ഞങ്ങളോട് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി ചേട്ടാ.